ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇപ്പൻസ് വ്ലോഗ്. സോ യെസ്, നിങ്ങൾ തമിഴിലും കണ്ടുപോലെ തന്നെ ഞങ്ങളുടെ ഹോം ടൂറാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഞാനും രശ്മിയും താമസിക്കുന്ന വീടാണിത്. ഞാനിപ്പോൾ ഇവിടെ മാൽദീവ്സിൽ വന്നിട്ട് ഒരു 5 വർഷമാകുന്നു. അപ്പോൾ 5 വർഷമായിട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. രശ്മി വന്നിട്ട് 2 വർഷമാകുന്നു. അപ്പോൾ ഒരു 1.5 വർഷത്തോളം അവൾ വേറൊരു വീട്ടിലായിരുന്നു. ഇപ്പോൾ ഒരു മോർ ദാൻ 6 months ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു ഹോം ടൂർ ചെയ്തുകൂടാ. ഇൻ കേസ് നമ്മളിപ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒന്ന് നല്ലൊരു മെമ്മറി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഹോം ടൂർ വീഡിയോ ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. സോ വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ നമുക്ക് വീടിന് പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഹാർബർ. സൂം ചെയ്ത് നോക്കുക ഗൈസ്. നിങ്ങൾക്ക് നല്ല ലക്കുണ്ട്. ഇതാ കറക്റ്റ് ടൈമിൽ ഒരു ബോട്ട് ഇപ്പോൾ ഐലൻഡിലോട്ട് വരുന്നുണ്ട്. സോ നല്ല ടൈമിംഗ് ആയിരുന്നു. ആ ബോട്ട് ക്യാപ്ചറായി കാണാം. ഇതാണ് നമ്മുടെ ടർഫ്. അതായത് നമുക്ക് കളിക്കാനും കുട്ടികൾക്ക് ഹാൻഡ് ബോൾ ആണെങ്കിലും ഫുട്ബോളൊക്കെ ആണെങ്കിലും കളിക്കാനായിട്ടുള്ള ടർഫാണെങ്കിൽ, മുതിർന്നവരാണെങ്കിലും അവർ ഫുട്ബോളും കാര്യങ്ങളും ഒക്കെ കളിക്കാൻ വേണ്ടി വരാറുണ്ട്. ഞാൻ രശ്മി ഈവനിങ് ഒക്കെ എക്സസൈസിനും ജോഗിങ്ങിനും ആയിട്ടൊക്കെ അവിടെ പോകാറുണ്ട്. ഇത്ര അടുത്താണ് നമുക്ക് ടർഫ്. ഇതിന് പ്രത്യേകിച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. സോ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഇതൊരു ചെറിയൊരു ഫോറസ്റ്റ്. നോക്കിയാൽ കാണാൻ ഇഷ്ടംപോലെ ട്രീസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങനെ അധികം വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഓപ്പോസിറ്റ് സൈഡ് അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളാണ്. നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് രശ്മി ഒന്ന് സൂം ചെയ്തേ. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ സ്കൂളിലാണ്. നമുക്ക് സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്, ജസ്റ്റ് 5 to 7 minutes അത്രേ ഉള്ളൂ നമുക്ക് സ്കൂളിലോട്ട്. അടുത്ത് തന്നെയാണ് നമുക്ക് സ്കൂളുള്ളത്. ഈ വീടിന് 2 എൻട്രൻസ് ആണുള്ളത്. ഒന്ന് ഇതും പിന്നെ ഒരെണ്ണം കാണിച്ചു തരാം. നമ്മുടെ ഐലൻഡിലെ വഴികളൊക്കെ ഇങ്ങനെയാണുള്ളത്. സ്ട്രെയിറ്റ് ഇതിന് ഗല്ലി എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡ്സ് ആണ് അപ്പോൾ ഇതുപോലെ 2 വീടുകൾക്കിടയിൽ ഇതുപോലെയുള്ള ഗല്ലികൾ കാണും. ഇനി ഞങ്ങളുടെ വീട് കഴിഞ്ഞ് അപ്പുറത്തും ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് റോഡ്സ് കാണും. അപ്പോൾ ഇതിന് നമ്മൾ ഗല്ലി എന്ന് പറയും. സോ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മെയിൻ. പക്ഷേ ഇത് നമ്മളങ്ങനെ അധികം യൂസ് ആക്കാറൊന്നുമില്ല. ഞാനത് ആ എൻട്രൻസ് ആക്കി മാറ്റി, നമ്മുടെ മെയിൻ എൻട്രൻസ്. ആക്ച്വലി ഞാൻ വന്നതൊക്കെ ഇതിലേ കൂടെ ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അതങ്ങനെ വലിയ കാര്യമായിട്ട് യൂസ് ആക്കാറൊന്നുമില്ല. സ്കൂൾ നമുക്ക് അവിടെ ആയതുകൊണ്ട് നമുക്ക് എളുപ്പം അതിലേ കൂടെ പോകാനായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ വഴി എങ്ങും അത് മെയിൻ എൻട്രൻസ് ആക്കി എടുത്തു. നിങ്ങൾ നല്ല എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? എങ്ങനെയാണ് മാൽദീവ്സിലെ വീടൊക്കെ, ഇവിടെ എങ്ങനെയായിരിക്കും ഇവിടുത്തെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ അറിയാൻ നിങ്ങൾ നല്ല എക്സൈറ്റഡ് അല്ലേ? സോ നമുക്ക് വീടിന് ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. വീട്ടിൽ കയറുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഞാൻ 2021 ഞാനിവിടെ വരുന്നത്, ഈ ഐലൻഡിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു കോവിഡിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്വാറൻറ്റൈനും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 14 days ക്വാറൻറ്റൈൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിവിടെ വന്നു. ആ ഒരു 14 days ഞാൻ ഈ വീടിനകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് ഈ ഒരു ഡോർ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടാണ്. കാരണം വെച്ചാൽ ആ ഒരു ടൈമിൽ നമുക്ക് പുറത്ത് ആരുമായിട്ട് സംസാരിക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഈവനിങ് ഒക്കെ ചായ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ഡോറ് തുറന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ആരെങ്കിലും ഉണ്ടോ എന്ന്. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇവിടെ നിന്ന് ചായ ഇങ്ങനെ കടൽ, അന്നേരം ആ ഒരു റീഫൊന്നും കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ കടൽ കാണും. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്ന് കടലൊക്കെ നോക്കി ചായയൊക്കെ കുടിച്ച് ആസ്വദിച്ച് അങ്ങനെ എനിക്കൊരു മെമ്മറി, നമ്മുടെ നാട്ടിലൊരു പഠിക്കുന്ന സെറ്റപ്പൊക്കെ പോലെ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. ഈവൻ മഴയൊക്കെ പെയ്യുമ്പോഴാണെങ്കിലും നമുക്കിങ്ങനെ ഇവിടെ വന്നിട്ട് മഴയൊക്കെ ആസ്വദിച്ച്, അതായത് കടലും കാണാം മഴയും കാണാം. അതായത് കടൽ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉൾവശം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരു വാഴത്തോപ്പൊക്കെ. നമ്മുടെ ഓണത്തെ സ്വന്തം വാഴത്തോപ്പാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ ഒരു ഫീലൊക്കെ തോന്നാറുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പോകാം. സോ വൈകിട്ടേ നമുക്ക് കിച്ചൺ ഇവിടെ പുറത്താണുള്ളത്. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ആദ്യം നമുക്ക് അകത്തോട്ട് പോകാം. സോ ഇവിടാണ് ഞാൻ താമസിക്കുന്നത്. നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണാം. സോ ഇതൊരു പാസേജ് ആണ്. അതായത് ഇവിടെ നിന്നാണ് നമുക്ക് ബെഡ്റൂം ഒക്കെ, 3 ബെഡ്റൂമാണ് ഇതിനുള്ളിൽ
ഉള്ളിലുള്ളത്. ഇത് ഓണറുടെ റൂമാണ്. പിന്നെ അത് ഒരു എന്താ പറയുക, ഓണറിൻ്റെ തിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു റൂമാണ്. അതങ്ങനെ ഓപ്പൺ ആക്കാറൊന്നുമില്ല. പിന്നെ ഓണർ വരുമ്പോൾ യൂസ് ചെയ്യുന്ന റൂമാണിത്. ഇത് പിന്നെ എൻ്റെ ബെഡ്റൂം. ഇത് നമുക്ക് പിന്നീട് കാണാം. നമുക്ക് ആദ്യം ലിവിംഗ് റൂമിലോട്ട് പോവാം. സോ ഇതാണ് നമ്മുടെ വിശാലമായ ലിവിംഗ് റൂം. നമുക്കിവിടെ ടി വി ഉണ്ട്, ടേബിൾ ഉണ്ട്, സോഫയുണ്ട്, വിശാലമായ കർട്ടനുകളുണ്ട്. നമ്മുടെ പുറത്തോട്ടുള്ള, ഇപ്പം ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചില്ല ആ എൻട്രൻസ് ആണിത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വ്യൂ. ഇനി നമുക്ക് നിങ്ങൾ ഈ സോഫ ഓർക്കുന്നുണ്ടോ? അതായത് ഞാൻ രശ്മി മിസ്സും ഒരു Q&A ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും ഈ സോഫയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു മെമ്മറി ഈ സോഫയ്ക്കുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാം, ഞങ്ങൾ ഈ സോഫയിൽ ഇരുന്നായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സോഫ അത്യാവശ്യം നമുക്ക് ഇത് ടീയും എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതാണ് ഇത് വെച്ച് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിതൊരു കോട്ടായിട്ട് ബെഡായിട്ട് നമുക്കിത് അറേഞ്ച് ചെയ്യാം. ഇതിന് ബാക്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അത് ബാക്കിലോട്ട് പുള്ളി ചെയ്താൽ നമുക്കിതൊരു ബെഡായിട്ട് യൂസ് ചെയ്യാം. സോ അങ്ങനെ ഒരു ഫീച്ചർ ഈ സോഫയ്ക്കുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലെ കാഴ്ചകളാണ്. നമുക്ക് ബെഡ്റൂമിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഗൈസ്, ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. സോ ആക്ച്വലി ഞാൻ ഈ ഒരു ഡ്രോയിങ് ഇത് ഞാൻ ചെയ്യുന്നത് ഒരു 4-5 months ബിഫോറാണ്. അതായത് ഞങ്ങൾക്ക് എന്തോ ഒരു ഹോളിഡേ ഉണ്ടായിരുന്നു, ഒരു 1 week or 2 week ഞങ്ങൾക്ക് എന്തോ ഒരു ഹോളിഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബോറടിച്ച് നിന്ന സമയത്ത് ഞാൻ ചെയ്ത ഒരു പെയിൻറ്റിംഗ് ആണിത്. ഇത് ബോഹമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇത് ചെയ്ത കൂടത്തിൽ തന്നെയാണ്, അതായത് ഞാനിപ്പോൾ കാണിച്ച ആ ഒരു മോഡൽ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്ത കൂടത്തിൽ തന്നെയാണ് ഞാൻ ഇതും ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ഡ്രോയിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഈ ആ ടേബിളിലായിരുന്നു ഞാൻ ഡ്രോയിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്തോ ഒരു ഫംഗ്ഷൻ നമുക്ക് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റെൽനയുടെ എൻ്റെ ഇവിടെ ഒരു നേഴ്സാണ്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവരുടെ മകള് വന്നിട്ട് ഈ സർക്കിൾ അവൾ വിചാരിച്ചത് സൂര്യനായിരിക്കും. അപ്പോൾ അവൾ നോക്കുമ്പോൾ അതിന് കിരണങ്ങളൊന്നുമില്ല. സൂര്യന് നമ്മളിങ്ങനെ കിരണങ്ങൾ വരയ്ക്കത്തില്ലേ, അവൾ നോക്കുമ്പോൾ അതിന് അതൊന്നുമില്ല. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇതിന് കിരണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതോടെ എൻ്റെ സകല ഇൻട്രസ്റ്റും തീർന്നു. ആ ഒരു വരയ്ക്കാനുള്ള തൊര എന്നെ കയ്യിലിട്ട് പിന്നെ ഞാനങ്ങ് ഉപേക്ഷിച്ച് പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ അവൾ ബ്ലാക്ക് കളറിൽ പെയിൻറ്റും അടിച്ചു വെച്ചു. അങ്ങനെ മൊത്തത്തിൽ അത് കുളമായതോടെ എൻ്റെ എല്ലാ ഇൻട്രസ്റ്റും തീർന്നു. പിന്നെ ഞാനത് ഡ്രോയറിൽ കയറ്റി അടച്ചു വെച്ചു. പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് അതങ്ങനെ ചെയ്തു പോയില്ല. അത് കഴിഞ്ഞൊരു 2 weeks ബിഫോർ ഞാൻ പിന്നെ വിചാരിച്ചു എന്തുകൊണ്ടത് ഇതുപോലെ എന്തെങ്കിലും ഓൾട്ടറേഷൻ നടത്തി അത് ചെയ്തെടുത്തുകൂടാ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വീണ്ടും എടുത്ത് ഞാനത് വരയ്ക്കാൻ തുടങ്ങി. വലിയ താമസമില്ലാണ്ട് അത് എഡിറ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ ഹോപ്പ്ഫുള്ളി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാം. സോ അതാണ് എൻ്റെ ബോഹമായിട്ട്. ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. പിന്നെ ഇത് നമ്മുടെ മണി പ്ലാന്റ്. പിന്നെ ഇതാണ് ഈ റൂമിൽ ആക്ച്വലി വെട്ടം കുറവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു വെട്ടക്കുറവാണ് ഈ റൂമിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഔട്ട്സൈഡ് ഒരു വോളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ റൂമിൽ മൊത്തത്തിൽ ഒരു ഡിമ്മാണ് ഈ റൂമിൽ. പിന്നെ ഞാൻ വന്ന സമയത്ത് ഈ റൂം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഭയങ്കര, അതായത് ഇവിടെ പെയിന്റ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര ഒരു നമ്മുടെ സിമെന്റ് ഒക്കെ തേച്ചെടുത്തില്ല, അങ്ങനെയായിരുന്നു ഈ റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് ഒരു 3 years ബാക്ക്, അന്ന് എൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഇപ്പോൾ രശ്മി താമസിക്കുന്ന റൂമിൽ ഒരു നേഴ്സും അവരുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ ഓണർ ഓൾറെഡി ഇവിടെ പെയിൻ്റ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പെയിൻ്റ് അടിക്കാൻ അവർക്ക് ആരെയും കിട്ടിയില്ല. അതുകൊണ്ട് റൂം ഇങ്ങനെ പെയിൻ്റ് അടിക്കാണ്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. പുള്ളി പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് പെയിൻ്റ് അടിച്ചുകൂടാ, പുള്ളിക്ക് ഓൾറെഡി പെയിൻറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ അറിയാം. അങ്ങനെ പുള്ളിയുടെ ഒരു എന്താ പറയുന്ന ഒരു ഇതുള്ളത് കൊണ്ടായിരുന്നു, അതായത് പുള്ളിയാണ് മേൽനോട്ടം വഹിച്ച് ഈ ഒരു, അതായത് ഞങ്ങൾ 3 പേരും ഒന്നിച്ചാണ് ഈ ഒരു റൂം ഇങ്ങനെ പെയിൻ്റ് അടിച്ച് എടുത്തത്. സോ ബേസിക്കലി ഇത് വൈറ്റ് കളറാണ്. പക്ഷെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വൈറ്റ് കളർ അടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എന്ത് കളർ വേണേലും നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മേടിച്ചു തരാം, എന്നിട്ട് ഇതിൻ്റെ അകത്ത് അടിക്കാമെന്ന് പറഞ്ഞു. നോർമലി ഇവിടെയുള്ള വീടുകൾക്കൊക്കെ ബ്ലൂ കളർ, പർപ്പിൾ കളർ, ഗ്രീൻ കളർ ആ പെയിൻ്റൊക്കെയാണ് ഇവർ അടിക്കുന്നത്. പക്ഷേ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. കാരണം വെച്ചാൽ ഓൾറെഡി ഫ്ലോർ ടൈൽ ഈ ഒരു ഡാർക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് വേറെ എന്ത് കളർ ഈ വോളിന് വന്നാലും റൂമിനൊരു എടുപ്പ് കാണില്ല, ഭയങ്കര ഡിമ്മായി പോകും റൂം, ഒരു ഒട്ടും ബ്രൈറ്റ് ആവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കും, ലൈറ്റും ഉണ്ടായിരിക്കും.
സോ അങ്ങനെ ഞാൻ പറഞ്ഞു വേണ്ട വേറെ കളറൊന്നും വേണ്ട, ഈ വൈറ്റ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് ഈ വൈറ്റിൽ തന്നെ നിർത്തി, വേറെ പെയിൻ്റ് ഒന്നും ചെയ്തില്ല. സോ ഇതാണ് നമ്മുടെ ഒരു റൂമിൻ്റെ ബെഡ്റൂമിൻ്റെ വ്യൂ. ഇതെൻ്റെ ഡ്രസ്സിങ് ടേബിള്. നമുക്ക് ഡെയിലി യൂസിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഡ്രസ്സിങ് ടേബിള്. പിന്നെ ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട സംഭവം എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ടുണ്ട്. നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മുടെ ടോയ്ലറ്റാണ്. നമുക്ക് ഈ ടോയ്ലറ്റിനകത്ത് ഒരു വ്യൂ കാണാം. ഇതാണ് നമ്മുടെ എൻ്റെ ടോയ്ലറ്റ്. വിശാലമായ ടോയ്ലറ്റാണ്, വലിയ ടോയ്ലറ്റാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യത്തില്ല ഇത് എന്താണെന്ന്. എനി ഗസ് വാട്ട് ഇറ്റ് ഈസ്? ഇതാണ് നമ്മുടെ വീട്ടിലെ കിണർ. അതായത് ടോയ്ലറ്റിനുള്ളിലാണ് ഇതിൻ്റെ അകത്തെ കിണറുള്ളത്. ഇതിനെ പൊക്കി നോക്കുന്നില്ല, ഇതിൽ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. സോ ഇതിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് വെള്ളമൊക്കെ വരുന്നത്. നമ്മൾ കുടിക്കാൻ ഇത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ പാത്രം കഴുകാനും കുളിക്കാനും അലക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ കിണറിൻ്റെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഈ കിണറിൻ്റെ ഹാഫ് അപ്പുറത്ത് ഓണറുടെ റൂമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് അപ്പുറത്താണുള്ളത്. സോ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ കിണർ. നിങ്ങൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യത്തില്ല. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ കിണർ പുറത്തല്ലേ, ഇവിടെ ടോയ്ലറ്റിനകത്താണ്. ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു തൊട്ടി പോലത്തെ ഒരു കമ്പ്, ഒരു 8 അടിയുള്ള ഒരു കമ്പ്, എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു തൊട്ടി, എന്നിട്ട് ആ തൊട്ടി ഇട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം വരാം. വലിയ ആഴമൊന്നും ഇല്ല കിണറിന്. അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ളം കോരിയെടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. പക്ഷെ ഇപ്പോൾ അതില്ല, എനിക്കൊന്ന് ഓണർ എടുത്തെന്ന് തോന്നുന്ന സംഭവം. ഇപ്പോൾ ആ സംഭവം ഇവിടെ കാണാറില്ല. ഇൻ കേസ് വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മീൻസ് കിണറ്റിൽ കോരിയെടുത്ത് നമുക്ക് കുളിക്കുക എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് യൂസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇതെനിക്കറിയാം, ഇത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യത്തില്ല ഈ ഒരു സംഭവം, ഈ കിണർ ടോയ്ലറ്റിനകത്തുള്ളത്. സോ ഇനി നമുക്ക് പുറത്തുള്ള വിശേഷങ്ങളൊക്കെ കാണാം. സോ അതൊക്കെയായിരുന്നു നമ്മുടെ ഉള്ളിലെ കാഴ്ചകൾ. പിന്നെ ദാ ഇത് നോക്കൂ, ഇതെൻ്റെ ഒരു ഇൻട്രസ്റ്റിലുണ്ടായ ഒരു ക്രാഫ്റ്റാണിത്. അത് രസമില്ലേ കാണാൻ? ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ പറഞ്ഞില്ലേ, കിച്ചൺ നമുക്ക് പുറത്താണുള്ളത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിച്ചൺ അകത്തല്ലേ, പക്ഷേ ഇവിടെ കിച്ചൺ പുറത്താണ്. അതാ വെക്കുന്ന ഇവർ. പക്ഷേ ഇപ്പോൾ ഇവിടെ വെക്കുന്ന വീട്ടിലൊക്കെ കിച്ചൺ അകത്ത് തന്നെയാണ്. ഒരിടയ്ക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന വീടുകളിലൊക്കെ കിച്ചൺ പുറത്താണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മണം കാര്യങ്ങളൊക്കെ അകത്തോട്ട് വരാതിരിക്കാനായിട്ടായിരിക്കും ഇവർ കിച്ചൺ പുറത്ത് ബിൽഡ് ചെയ്തത്. സോ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇത് എൻ്റെ സ്റ്റവ്, ഇത് രശ്മി മിസ്സിൻ്റെ സ്റ്റവ്. സോ നമ്മളിങ്ങനെയാണ് ഇവിടെ പക്ഷേ സ്റ്റവൊക്കെ രണ്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ ഇവിടെ ഒന്നിച്ചാണ്. സോ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. മോഡുലാർ കിച്ചൺ ആണ് എന്നൊക്കെ പറയാം. സോ ഇത് നമ്മുടെ കിച്ചണിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് റൂം. സോ 2 ഫ്രിഡ്ജുള്ള വീട്ടിലെ കുറ്റികളാണ് ഞങ്ങൾ. ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജ്, ഇത് ഓണറുടെ ഫ്രിഡ്ജ്. ഇതങ്ങനെ ഓണർ വരുമ്പോൾ ഒക്കെ യൂസ് ചെയ്യുക ആ ഫ്രിഡ്ജ്. സോ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് റൂം. ഇനി നമുക്ക് രശ്മി മിസ്സിൻ്റെ റൂമിലോട്ട് പോകാം. സോ അതിനെ കൂടെയാണ് രശ്മി മിസ്സിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. സോ ഇതാണ് രശ്മിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി. സോ ഞങ്ങൾക്ക് 2 വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതൊരു വാഷിംഗ് മെഷീൻ, അതൊരു വാഷിംഗ് മെഷീൻ. ഭയങ്കര റിച്ച് കൈസാണ് ഞങ്ങൾ. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഞങ്ങൾക്ക് ബോറടിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഇതിൽ വാഷ് ചെയ്യും, ചിലപ്പോൾ അതിൽ വാഷ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ചുമ്മാ വന്നിട്ട് ആ വാഷിംഗ് മെഷീൻ പോയിരിക്കുകയാണ്. ഇത് എൻ്റെ ഓൾഡ് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബ്രാൻഡ് ന്യൂ വാഷിംഗ് മെഷീൻ ഞങ്ങളുടെ ഓണർ മേടിച്ച് തരുന്നതാണ്. അപ്പോൾ ആ വാഷിംഗ് മെഷീനിലാണ് ഞങ്ങൾ വാഷ് ചെയ്യുന്നത്. ഇതാണ് രശ്മി മിസ്സിൻ്റെ റൂം. രശ്മി മിസ്സിൻ്റെ റൂമിലെ സോ ഇതാണ് രശ്മി മിസ്സിൻ്റെ റൂം. രശ്മി മിസ്സിൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ, ബെഡ്, ഇത് വാർഡ്രോബ്. രശ്മി മിസ്സിന് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും CEO എന്തായിരുന്നു സംഭവം? Creator of everything. Creator of everything. അങ്ങനെ ഏതൊക്കെ സൂം ചെയ്ത് കാണിച്ചിട്ട് രശ്മി മിസ് എല്ലാവരോടും നോ പറയും. No is okay. Good things take time. Good things take time. This is my happy place. Rashmi is in the happy place and you know guys. Rashmi is in the room like actually. നിങ്ങൾ പറയാനുണ്ടോ രശ്മിസ് റൂമിനെ പറ്റി? നല്ല വൈബ്, നല്ല വൈബാണ്, നല്ല വ്യൂ. രശ്മി മിസ്സിൻ്റെ ഇവിടെ ഈ കട്ടിലുള്ളത്
നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ. അത് പക്ഷേ എൻ്റെ റൂമിൽ ഇങ്ങനെ കിട്ടുന്നില്ല. ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ. പ്രത്യേകിച്ച് ഫുൾ മൂൺ ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുൾ മൂൺ അവിടെ വരും. അപ്പോൾ യശ്മീസ് ഇവിടെ കട്ടിലെ കടന്നുകൊണ്ട് ഫുൾ മൂൺ നല്ല വൈബുള്ള ഒരു റൂമാണ്. നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനലിനൊന്നും അഴിയില്ല. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ജനലിനൊന്നും അഴിയില്ല. നല്ല രസമാണ്, ഇഷ്ടമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഇതാണ് യശ്മീസിൻ്റെ ടോയ്ലറ്റ്. എൻ്റെ ടോയ്ലറ്റിന് അത്രയും വലുപ്പമുള്ളത് ചെറിയ ടോയ്ലറ്റാണ്. ഇതാണ് യശ്മീസിൻ്റെ ടോയ്ലറ്റ്. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാവുന്നത്. എല്ലാവരും വരും, എല്ലാവരും വരും. ഇതാണ് നമ്മുടെ മുറ്റം. ആക്ച്വലി ഇതിൻ്റെ പേരെനിക്ക് അറിയാമല്ലോ. നമ്മുടെ മറ്റേ അതിൻ്റെ വീട്ടിലുള്ള ആ സാധനം വാട്ടർ ആപ്പിളോ? വാട്ടർ ആപ്പിളോ. സോ ഗൈസ്, ഞങ്ങളുടെ നല്ല വിശാലമായ മുറ്റം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. വിശാലമായ മുറ്റമാണ് ഞങ്ങൾക്കുള്ളത്. സോ ഇതാണ് ഞങ്ങളുടെ മുറ്റം. ഇത് ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം. സോ ഇത് എല്ലാം ഓണർ വെച്ചാട്ടോ. ഇത് വാട്ടർ ആപ്പിള്, പിന്നെ ഞങ്ങൾ വെച്ച സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ വെച്ചതാണ്. മിൻറ്റുണ്ട്. ഞങ്ങൾ ഈ സമയത്ത് ആദ്യമേ സ്മരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ആദ്യമാണ് ഞങ്ങൾ പറയുന്നത്. മിൻറ്റുണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട്, അലോവേര ഉണ്ട്, അവിടെ മിൻറ്റുണ്ട്. സോ ഇതൊക്കെ ഞാൻ ലക്ഷ്മി മിസ്സും കൂടെ വെച്ചതാണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ ഇഞ്ചി, ഇത് ഇഞ്ചിയാണ് കേട്ടോ. ഇത് എന്നാ ഇഞ്ചി ആവുമെന്നറിയില്ല. ഇത് രശ്മി മിസ്സിൻ്റെ സ്വന്തമാണ്. ഇത് ഒരു ഇഞ്ചി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇതും കൊണ്ട് ഇഞ്ചിക്കറി വെക്കും. അല്ലേ രശ്മി മിസ്സേ? പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ ഒരു കുഴൽക്കിണർ പോലത്തെ ഒരു സെറ്റപ്പ്. ഇതിങ്ങനെ ചെയ്ത് ഇതിന് അങ്ങനെ എന്തോ ഒരു ടെക്നിക്കാണ്. കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം വരും. സോ അതൊരു കുഴൽക്കിണർ സെറ്റപ്പ്. ഇൻ കേസ് മീൻസ് കറണ്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വെള്ളം എടുക്കാം. ഇതിൻ്റെ അകത്ത് ഇതൊരു കിണർ അങ്ങനെ എന്തോ ആണിത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കിണറായിരിക്കുമല്ലോ, എനിക്ക് പിന്നെ ഇതിൻ്റെ കൂടെ വെള്ളം വരത്തില്ലല്ലോ. പിന്നെ ഇവിടുത്തെ തെങ്ങൊക്കെ ഞാൻ വന്ന സമയത്ത് ഈ തെങ്ങൊക്കെ വളരെ ചെറുതായിരുന്നു. ഈ തെങ്ങൊക്കെ ഇപ്പം ഇതൊക്കെ ഇത്രയും വളർന്നു. പിന്നെ ഇത് ഇതെല്ലാം നമ്മുടെ ഹൗസ് ഓണർ വെച്ചാണ്. ഈ ഒരു ഏരിയ മൊത്തം ഹൗസ് ഓണറുടെയാണ്. സോ തെങ്ങൊക്കെ നമുക്കിത് തേങ്ങയൊക്കെ ഇങ്ങനെ പറിക്കാം. ഇതൊക്കെ ആക്ച്വലി കരിക്കാണ്. ഇവിടെ പൊക്കവേ ഉള്ളൂ. 4 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 4 വർഷത്തെ ഒരു വളർച്ചയാണ് ആക്ച്വലി ഇത്. ഞാൻ വന്ന സമയത്ത് ഇതൊക്കെ ഇതുപോലത്തെ തൈത്തങ്ങായിരുന്നു ഇതൊക്കെ. ഇതുണ്ട്, നമുക്കിതെല്ലാം കരിക്കാണ്. ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാം. ഞങ്ങളിതെല്ലാം ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് അത്രയും പൊക്കവേ ഉള്ളെങ്കിലും അതിലൊക്കെ തേങ്ങയുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത് കഴിക്കാം. പിന്നെ ഈ കാണുന്ന ഈ ചെടി, ഇത് പോപ്പി ഫൈ എന്ന് പറയും. ഇത് നമ്മൾ ഒരു സാലഡ് പോലെ നമ്മുടെ ഈ ബ്രൊക്കോളിയൊക്കെ നമ്മൾ കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ അരിഞ്ഞ പച്ചക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു ചെടിയാണ് അത്. പിന്നെ ഇത് നമ്മുടെ നാരകമാണിത്. കറിനാരങ്ങ എന്നൊക്കെ പറയത്തില്ലേ, ആ നാരകമാണിത്. കറിനാരങ്ങയല്ല ആക്ച്വലി, സാധാരണ നാരകം അങ്ങനെ എന്തോ ഒരു ചെറുനാരങ്ങ കറിനാരങ്ങ അങ്ങനത്തെ എന്തോ ആണ്. ഇത് നമുക്ക് കൗൺസിലിൽ നിന്ന് ഫ്രീ ആയിട്ട് അവർ ഏതോ ഒരു ടൈമിൽ തന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ട്, അത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ പേര ഞാൻ വന്ന സമയത്ത് ഭയങ്കര ചെറുതായിരുന്നു. ഇപ്പം ഇത് ഇത്രയും വളർന്ന് പന്തലിച്ചതാണ്. ഇവിടെയൊക്കെ ഒരു പേരയ്ക്ക നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അവിടെ ഒരു പേരയ്ക്ക പഴുത്ത് നിൽപ്പുണ്ട്. നമ്മളിതുപോലെ പേരയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്താണ്, കുപ്പിക്കകത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിടും. അല്ലെന്നുണ്ടെങ്കിൽ വവ്വാലോ വാറ്റോ റാറ്റോ ഒക്കെ ഇത് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മളിതിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിടും. പിന്നെ ഈ പേരയുടെ ഒരു പടം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ആ ഒരു പിക്ചർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം. സോ ഇതാണ് നമ്മുടെ പേര. പിന്നെ ഈ ചെടികളൊക്കെ ഞാൻ ലക്ഷ്മീസ് വെച്ചതാണ്. നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട്. ഈ ചെടിയൊക്കെ ഞങ്ങൾ രണ്ടുപേരും വെച്ചത്. ഈ മണി പ്ലാന്റ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾക്കൊരു അലോവേരയുടെ ചെടിയുണ്ട്. അങ്ങനെയൊക്കെ
നമ്മൾ ഇവിടെ പേരയ്ക്കൊക്കെ ഇങ്ങനെ കവർ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, കുപ്പിയിലാണ് കവർ ചെയ്തിടുന്നത്. അതേ വീണ് ഇവിടെ ഉണ്ടോ ഒരെണ്ണം, ഇവിടെ. ഇത് രണ്ടും പഴുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറിച്ച പേരയ്ക്കയാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് കണ്ടോ, നമ്മൾ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടിട്ട് പോലും റാറ്റാണോ ബാറ്റാണോ എന്നറിയത്തില്ല, വന്ന് കടിച്ചിട്ടുണ്ട്. ഇനി ഇത് എഡിബിൾ അല്ല, ഇത് നമ്മൾ കളയും. പക്ഷേ ഇത് നമുക്ക് എടുക്കാം. ഇതിനിട്ട് അതിന് അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത് നിങ്ങൾക്കിപ്പം നോക്കിയാൽ കാണാം, നമ്മൾ ഇതുപോലെ ഒരു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം കൊണ്ടുപോയി. പിന്നെ ഇതിന് ജോളി എന്ന് പറയും. അതായത് നമുക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് കാപ്പിയൊക്കെ കുടിക്കാനും ഒക്കെ നല്ലൊരു വൈബാണ് ഇവിടെ. അപ്പോൾ ഞാനും രശ്മീസും ഒക്കെ വൈകുന്നേരം ഇവിടെ വന്നിരുന്ന് കാപ്പിയൊക്കെ കുടി. ഈവൻ റെൽനയും അവളുടെ ഹസ്ബൻഡും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരുന്ന് ഈവനിങ് കോഫിയൊക്കെ കുടിക്കുന്നത് നല്ലൊരു വൈബാണ് ഇവിടെ. സോ ഞാൻ ചിലപ്പോൾ ഒക്കെ വിചാരിക്കാറുണ്ട്, ഈ ഒരു ഐറ്റം അങ്ങനെ ഞാൻ അതിന് നാട്ടിലൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമല്ലേ ഇവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് നല്ലൊരു വൈബാണ് ഇരിക്കാൻ. സോ ഇതാണ് ഞങ്ങളുടെ ജോളി. പിന്നെ ഇത് ഞാൻ വെച്ചതാണ് ചെമ്പകം. ഇത് ഞാൻ സ്കൂളിൽ നിന്ന് ഒരു കമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷെ അതിലെന്തോ ഒരു അങ്ങോട്ട് വളരുന്നില്ല, ഒരു കരിയാൻ തുടങ്ങി. അതിൻ്റെ ഇലകളൊക്കെ എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്, പക്ഷെ എന്താണോ അത് കരിയുന്നു. പിന്നെ ഇത് മണി പ്ലാന്റ്. ഈ മണി പ്ലാന്റ് ആതിര വെച്ചതാണ്. നമ്മുടെ വീഡിയോസിലൊക്കെ അവളിപ്പോൾ ഇവിടെ ഇല്ല, അവളിപ്പം കൊച്ചു ബേബിയൊക്കെ ഉണ്ടായി, അവളിപ്പം നാട്ടിലാണ്. സോ ഈ മണി പ്ലാന്റ് ആതിര വെച്ച മണി പ്ലാന്റാണ്. ഇടയ്ക്കൊന്നും നന്നായിട്ട് വളർന്നായിരുന്നു ഈ മണി പ്ലാന്റ്. പക്ഷേ എപ്പോഴും ഓണർ വന്നപ്പോഴത്തേക്കിനും അത് വല്ലാണ്ട് വളർന്നപ്പോൾ ഓണർ അത് കട്ട് ചെയ്ത് വിട്ടു. പക്ഷെ ഇപ്പം അതിനൊരു വളർച്ചയില്ല. ഇതൊക്കെ ഞാനും രശ്മീസും വെച്ചതാണ് ഈ മണി പ്ലാന്റൊക്കെ. പിന്നെ ഈ ഒരു സംഭവം ആക്ച്വലി ഇതിങ്ങനെ അല്ലായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഇവിടെ റാബിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു റാബിറ്റിൻ്റെ കേജായിരുന്നു ഇത്. പക്ഷേ ഇത് എന്തോ ഞാൻ വന്ന സമയത്ത് റാബിറ്റൊക്കെ എല്ലാം ചത്തുപോയി. പിന്നെ റാബിറ്റൊന്നും ഇല്ലായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഞാൻ വരുന്നതിനൊരു 1 വീക്കോ 2 വീക്കോ മുന്നേ ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്ന റാബിറ്റും ചത്തുപോയത്. സോ അങ്ങനെ ഇത് റാബിറ്റിൻ്റെ ഒരു കേജായിരുന്നു ആക്ച്വലി. ഇവിടെ ഒരു റാബിറ്റിൻ്റെ കേജായിരുന്നു. പക്ഷേ ഇപ്പം റാബിറ്റൊന്നും ഇല്ല. സോ ഇതാണ് നമ്മുടെ പുറത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. അതായത് നമ്മളിവിടെ മോൾദീവ്സിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കുടിവെള്ളമൊക്കെ എങ്ങനെയാണ് നമ്മുടെ ബോട്ടിൽ വാട്ടർ മേടിക്കുവാണോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് കാണിപ്പിക്കുന്നത് നമുക്ക്. ആക്ച്വലി ഇവിടെ നമ്മൾ കുടിവെള്ളം എന്ന് പറയുന്നത് റെയിൻ വാട്ടറാണ് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് അതാണ് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറായിട്ട് കുടിക്കുന്നത്. സോ അതിൻ്റെ ഒരു കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഇത് കണ്ടില്ലേ, ഇത് 2000-ൻ്റെ ടാങ്കാണെന്ന് തോന്നുന്നു. ഇതുപോലത്തെ 3 ടാങ്കുണ്ട്. അപ്പം നല്ല ഹെവി റെയിൻ ഒക്കെ വരുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ റെയിൻ വാട്ടർ കളക്ട് ചെയ്യും. സോ അതിൻ്റെ കണക്ഷൻ പൈപ്പുകളൊക്കെയാണ് ഇത് വരുന്നത്. അപ്പം നല്ല റെയിനൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മൾ വന്നിട്ട് ഇത് കണക്ട് ചെയ്യും. ഇപ്പം ഇത് ഇത്രയും ഈ ഒരു ലെവലിൽ ഇത്രയും വെള്ളമുണ്ട് ഈ ഒരു ടാങ്കിൽ. പിന്നെ ആ 2 ടാങ്കും ഇപ്പോൾ എംറ്റിയാണ്. ഇനിയിപ്പോൾ മഴയൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് വെള്ളം പിടിച്ചിടണം. സോ ഈ വെള്ളമാണ് നമ്മൾ കുടിവെള്ളത്തിനായിട്ട് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ. ആക്ച്വലി ഇതാണ്. ഇത് തീർന്നാൽ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഇല്ല. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മുടെ ബോട്ടിലിൻ്റെ വാട്ടർ മേടിക്കണം. സോ നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ വാട്ടറാണ്. സോ ഇതാണ് നമ്മുടെ ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ റെയിൻ വാട്ടറാണ് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ. സോ ഇനി ലാസ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയും കൂടെയാണ് നമ്മുടെ വീട്ടിൽ കാണിക്കാനുള്ളത്. ഇത് ചെറിയൊരു നമ്മുടെ യാർഡിൻ്റെ ഭാഗം തന്നെയാണ്. നമുക്കിവിടെ മൊത്തം 3 തെങ്ങുണ്ട്. സോ നമുക്ക് തേങ്ങയ്ക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല. അങ്ങോട്ട് നോക്കിയാൽ കാണാം, ഇഷ്ടം പോലെ തേങ്ങയൊക്കെ ഉണ്ട് നമുക്കിവിടെ. ഈവൻ ഞങ്ങളുടെ 2 പേരുടെ അമ്മമാരൊക്കെ ഇവിടെ വന്ന സമയത്ത് എന്തോരം തേങ്ങ, അത് അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം എന്തോരം തേങ്ങയാണ് ഇരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ തേങ്ങ. ഞാൻ ചിലപ്പോൾ ഒക്കെ വിചാരിക്കാറുണ്ട് ഇത് എന്തുകൊണ്ട് വില നാട്ടിലോട്ട് ഇത് എക്സ്പോർട്ട് ചെയ്താൽ കൊള്ളാമെന്ന്. ഇപ്പം നാട്ടിലേക്ക് എന്താ വില തേങ്ങയ്ക്ക്. സോ ഇത് ഇഷ്ടംപോലെ തേങ്ങ ഇതുപോലെ വെറുതെ വീണ് പോവുകയാണ് തേങ്ങയൊക്കെ. സോ എന്ത് ചെയ്യാൻ, ഇവിടെ വല്ല എണ്ണക്കച്ചവടം തുടങ്ങിയാൽ എന്ത് രശ്മി മിസ്. ഇന്നല്ല ഇത്രയും തേങ്ങയൊക്കെ ഇവിടെ ഇതുണ്ട്. ഈ മുളച്ചിരിക്കുന്ന ഈ തേങ്ങ
ഇതിൽ നിന്നൊക്കെ നമുക്ക് പൊങ്ങെടുക്കാൻ പറ്റും. ഈ പൊങ്ങിൻ്റെ ജ്യൂസിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റി ജ്യൂസാണ് റിച്ച് മിമി സെറ്റ് നോക്കുന്നത്. എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒക്കെ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പണിയായി ഇത് ഓപ്പൺ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇത്. ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. എന്താ ഇവിടെ നോക്ക്. സോ ഇത് ആക്ച്വലി ഇത് കോറൽസ് ആണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് ഇവിടെ പഴയ വീടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കോറൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ നമ്മളിപ്പം കരിങ്കല്ല് അല്ലെന്നുണ്ടെങ്കിൽ ഹോളോ ബ്രിക്സ് ഒക്കെ വെച്ച് വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത് കോറൽസ് വെച്ചിട്ടാണ്. ഇത് ആക്ച്വലി കടലിനടിയിൽ നമ്മൾ കാണുന്ന കോറൽസ് ഇല്ല, ആ കോറൽസ് അതായത് ഡെഡായ കോറൽസ് ആണ് ഇതൊക്കെ. സോ ഇത് വെച്ചിട്ടാണ് ഇവർ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീട് ഇപ്പം പുതിയ പുതിയ വീടുകളൊക്കെ ഹോളോ ബ്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷെ പഴയ വീടുകൾ ഈ ഒരു രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ കോറൽ കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട്. പഴയ വീടുകൾ എന്താ നമ്മുടെ മതിലും എല്ലാം കോറൽ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഓണറിൻ്റെ എന്തോ എനിക്ക് കാച്ചിലോ ചെയ്യുമല്ല കാച്ചിൽ അങ്ങനത്തെ എന്തോ ഒരു സാധനം ഇത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലൊരു കുളവിയല്ലല്ലോ, ഒരു കടുവയുടെ കൂടുണ്ടായിരുന്നു. രശ്മി മിസ്സിനെ കുത്തി ഇട്ടിട്ടുണ്ട്, എനിക്കും കുത്തി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളതിനെ നശിപ്പിച്ചു. പക്ഷെ ഇപ്പം അതില്ല. അങ്ങനെ ഇവിടെ ഒരു കടുവയുടെ കൂടുണ്ടായിരുന്നു. സോ ഇതാണ് ഞങ്ങളുടെ മുറ്റം. പിന്നെ ഈ മരം, ഇത് ഞങ്ങൾക്ക് എപ്പോഴും പണി തരാറുള്ള മരമാട്ടോ. ഇതാണ് കടച്ചക്ക. ഇതെന്നും ഇതിൽ ഇല വീഴും. ഇത് ക്ലീൻ ആക്കുന്നത് ഞങ്ങളുടെ ഒരു വലിയൊരു പണി തന്നെയാണ്. ഇപ്പം ഇതൊരു ചെറിയ കടച്ചക്കയ്ക്ക് ഇപ്പം വീണിട്ടുണ്ട്. സോ ഇവർ കടച്ചക്കയും കൊണ്ട് നമ്മൾ നാട്ടിൽ ചക്കയൊക്കെ പുഴുങ്ങത്തില്ല, ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്ക വേവിച്ചൊക്കെ ഉണ്ടാക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഞങ്ങൾ ചക്കയൊക്കെ മിസ് ചെയ്യുമ്പോൾ ഈ കടച്ചക്ക ഉണ്ടാകുമ്പോഴത്തേക്കിന് നമ്മൾ ചക്ക വേവിച്ചതൊക്കെ ഈ കടച്ചക്ക വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. സോ അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽസ് ഇത് ബ്രെഡ് ഫ്രൂട്ട് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ആക്കാറുണ്ട്. അതിന് നല്ല ടേസ്റ്റാണ്. നമ്മൾ ചക്ക വറക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഈ സാധനം അവർ ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഇതൊക്കെ നമ്മുടെ ഓണറുടെ കൃഷിയാണ്. നമ്മുടെ വാഴത്തൊക്കെയുണ്ട്. ഞങ്ങൾ വാഴയുള്ള വീട്ടിലെ കുട്ടികളാണ്. ഞങ്ങളെ കൂടാണ്ട് അമ്മച്ചി നട്ടേക്കുന്ന വാഴ. അതെ. സോ ഇതാണ് ഞങ്ങളുടെ ഒരു മുറ്റം എന്ന് പറയുന്നത്. സോ ഇപ്പം നിങ്ങളുടെയൊക്കെ എനിക്ക് നിങ്ങളുടെ മൈൻഡ് വായിക്കാൻ പറ്റും. എന്തൊരു ക്ലീനാണ് ഇവരുടെ മുറ്റം നോക്കി. നിങ്ങളങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ അത് ഞങ്ങളുടെ തോൽവിയാണ്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇവിടെ വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. എല്ലാ ആഴ്ചയും ഞാൻ രശ്മി മിസ് ഇവിടെ ക്ലീൻ ആക്കും, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടിരിക്കുന്നതാണ്. സോ അതാണ് ഞങ്ങളുടെ ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ. സോ ഇതാണ് ഞങ്ങളുടെ വീട്. സോ നിങ്ങൾക്ക് അത്യാവശ്യം നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങളുടെ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ